ഇപ്പോൾ രാഹുൽ ഈശ്വർ രാഷ്ട്രീയ നിരീക്ഷകൻ കൂടി ചേരുകയാണ്. രാഹുൽ, ഇന്നലെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഈ തുല്യതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള മറുപടിയിൽ ഒന്നും പറയുന്നില്ല എന്നത് മാത്രമല്ല, ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതാത് ബോഡികളാണ് തീരുമാനമെടുക്കേണ്ടത്, പ്രത്യേകിച്ചും പണ്ഡിതരൊക്കെ അടങ്ങുന്ന സഭയാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് കോടതിയിൽ സർക്കാർ ഇതാ മറുപടി നൽകുന്നു. പക്ഷേ ഇത് രാഹുൽ, ഇതിൽ ഏറ്റവും പ്രധാനം തുല്യതയുമായി ബന്ധപ്പെട്ട വിഷയത്തിന് കൃത്യമായി ഈ ഘട്ടത്തിൽ മറുപടി പറയേണ്ട സാഹചര്യം ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. 7 ഭരണഘടനാ ചോദ്യങ്ങളിലെ ഉത്തരമാണ്, അതിൽ സർക്കാർ മറുപടി സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ മുൻ നിലപാടിൽ നിന്നും പൂർണ്ണമായും പിന്നോട്ട് പോയി എന്ന് പറയാവുന്ന ഒരു ഘട്ടം ഇപ്പോഴുണ്ട് എന്ന് കരുതുന്നുണ്ടോ? ആദ്യം ഞാനൊരു ഭക്തനായി പറയാം, രണ്ടാമത് ഞാനൊരു നിയമ വിദ്യാർത്ഥിയായി പറയാം. ഭക്തനായി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ നെഞ്ച് ചവിട്ടി മാത്രമേ ശബരിമല യുവതികൾ കയറൂ. ആര് എന്ത് തീരുമാനം, എന്ത് നിലപാട് എവിടെ എടുത്താലും ശബരിമല യുവതികൾ കയറില്ല. അതിന് യാതൊരു മാറ്റവും ഇല്ല. ഇതാണ് വൈകാരിക ഭാഷയിൽ ഒരു ഭക്തൻ എന്ന നിലയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനും സമർപ്പിക്കാനും ഉള്ളത്. ഇനി നിയമത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സർക്കാർ കുറച്ചുകൂടെ കൃത്യമായിട്ടും ഡയറക്റ്റായിട്ടും കൊടുക്കണ്ടേ? എന്തിനായി ഒളിച്ചുകളി നടത്തുന്നത്? ഇത്രയും നീട്ടി എഴുതി കണ്ടന്റ് ഇല്ലാതെ എഴുതുന്നതിന് എന്തർത്ഥമാണ്? ശബരിമലയിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ എല്ലാ വർഷവും വരുന്നുണ്ട്. ചില യുവതികൾക്ക് പ്രായ നിയന്ത്രണമുണ്ട്. ഇത്രയല്ലേ ഉള്ളൂ കേസ്. എന്താണ് ഇതിൽ തുല്യതയുടെ പ്രശ്നം? എന്റെ മുത്തശ്ശി ശബരിമലയിൽ നിന്നാണ് അറസ്റ്റിലാകുന്നത്. മുത്തശ്ശി സ്ത്രീയല്ലേ? രണ്ടാമത് എന്റെ അമ്മയാണ് അറസ്റ്റിലാകുന്നത്. എന്റെ അമ്മ സ്ത്രീയല്ലേ? നമ്മുടെ ആദിവാസി അമ്മമാരാണ് പലരെയും അവിടെ കയറുന്നതിൽ നിന്ന് തടഞ്ഞത്. അവര് സ്ത്രീകളല്ലേ? അപ്പോ ശബരിമലയിൽ സ്ത്രീകൾക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ ശബരിമലയിൽ യുവതികൾക്കൊരു പ്രായ നിയന്ത്രണമുണ്ട്. ഇത് സത്യസന്ധമായിട്ട് ബഹുമാനപ്പെട്ട സർക്കാരിന് കോടതിയിൽ പറഞ്ഞൂടെ? 3 പണ്ഡിത സഭയോ ബാക്കി ആരോ അല്ല, അവരോട് ചോദിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഏത് അമ്പലത്തിലെയും തന്ത്രിയാണ് ആ വിഷയത്തിലെ അവസാന വാക്ക്. ഇതൊരു വെൽ സെറ്റിൽഡ് ലീഗൽ പൊസിഷനാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കാര്യത്തിലടക്കം എല്ലാ കാര്യത്തിലും തന്ത്രിയാണ് ആ അമ്പലത്തിലെ കാര്യങ്ങളുടെ അവസാന വാക്ക്. തന്ത്രി എന്ന് പറഞ്ഞാൽ ദേവന്റെ പിതാവാണ്. ഈ കേസിന്റെ പേര് പോലും കണ്ഠരർ രാജീവര് വേഴ്സസ് യങ് ലോയേഴ്സ് അസോസിയേഷൻ എന്നാണ് ആ കേസിന്റെ പേര്. അപ്പോ ശബരിമല തന്ത്രിയുടെ നിലപാട് അയ്യപ്പസ്വാമിയുടെ നിലപാടാണ്. അയ്യപ്പസ്വാമി പറയുന്നത് യങ് വുമൺ അല്ലെങ്കിൽ യുവതികൾ ഈ സ്ഥലത്തേക്ക് വരണ്ട എന്നുള്ളതാണ്, അല്ലെങ്കിൽ മാറി നിൽക്കണമെന്നുള്ളതാണ്. ശരി രാഹുൽ, അങ്ങനെ പറയുമ്പോൾ അയ്യപ്പസ്വാമി ആരോട് പറഞ്ഞു, എങ്ങനെ പറഞ്ഞു എന്ന ചില യുക്തിപരമായ ചോദ്യങ്ങൾ അവിടെയുണ്ട്. പക്ഷെ ഞാൻ ഇതിൽ ഏറ്റവും പ്രധാനമായി കാണുന്നത്, നോക്കൂ, ഇന്നിപ്പോൾ സമർപ്പിച്ചിട്ടുള്ള വാദങ്ങളിൽ നല്ല ചോദ്യമാണ്. ആ ചോദ്യം ചോദിക്കണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥന. ശരി ശരി, നോക്കൂ, ആ വിഷയത്തിന്റെ ഗൗരവത്തിൽ നിന്ന് സംസാരിക്കാമെന്ന് തോന്നുന്നു. വികാരത്തോടൊപ്പം നിങ്ങൾ നിൽക്കണ്ട, ദയവായി ഒറ്റ വരി കേൾക്കാം. ഞങ്ങളുടെ വികാരത്തോടൊപ്പം നിങ്ങൾ നിൽക്കണ്ട. ഞങ്ങൾ പറയുന്നത് സത്യമാണ്, ശരിയാണ്, അതിന്റെ കൂടാണ് നിൽക്കേണ്ടത്. ഉദാഹരണം, ശബരിമലയിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ വരുന്നുണ്ട്. നൈഷ്ഠിക ബ്രഹ്മചര്യം എന്നൊരു വ്രതം എടുക്കുന്നത് കാരണം യുവതികൾക്ക് പ്രവേശനത്തിന് നിയന്ത്രണമുണ്ട്, പ്രായ നിയന്ത്രണമുണ്ട്. ഇത്രയല്ലേ ഉള്ളൂ. ശരി, നോക്കൂ, ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരം ഈ നൈഷ്ഠിക ബ്രഹ്മചാരി സങ്കല്പത്തിലുള്ളതാണ് അവിടുത്തെ പ്രതിഷ്ഠ എന്നത് ഉൾപ്പെടെ മുൻപ് ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഇന്നലെ ചർച്ചയിൽ എൻകൗണ്ടറിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഈ ആർത്തവമല്ല അതിന് ആധാരം എന്നത് ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾ വരുന്ന ഒരു ജഡ്ജ്മെന്റ്, അതിനെ ഇന്ന് കോട്ട് ചെയ്തിട്ടുണ്ട് സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഹുൽ, അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാർ നിലപാട് പറഞ്ഞില്ല എന്ന് നമ്മൾ പറയുമ്പോൾ പോലും സർക്കാരിന്റെ നിലപാടത്തിൽ വ്യക്തമാണല്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ സ്വാഗതാർഹമാണ്. എസ് മഹേന്ദ്രൻ വേഴ്സസ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് 5 ഏപ്രിൽ 1991 പാരാഗ്രാഫ് 38, 39 ഹൈക്കോടതി കണ്ടെത്തുന്നുണ്ട് ഈ കാര്യങ്ങൾ. ശബരിമലയിൽ എല്ലാ കാലത്തും ജാതീയത ഇല്ലായിരുന്നു, വർഗീയത ഇല്ലായിരുന്നു, എല്ലാ സമുദായങ്ങളും കയറിയിരുന്നു. പക്ഷെ യുവതികളുടെ പ്രായ നിയന്ത്രണത്തിന്റെ കാരണം ഇവരുടെ വിശ്വാസം, ഇവരുടെ ദേവൻ ബ്രഹ്മചാരിയാണ് എന്നുള്ളതാണ്. ഇത് ഹൈക്കോടതിയുടെ ഫൈൻഡിംഗ് ആയിട്ട് തന്നെ കിടപ്പുണ്ട്. അത് സർക്കാർ കോട്ട് ചെയ്തെങ്കിൽ സ്വാഗതാർഹം. ഞങ്ങൾക്കിതിൽ CPM ഉം BJP യും കോൺഗ്രസും ഒന്നുമില്ല. ഞങ്ങൾ വിശ്വാസികൾ മാത്രമാണ്. ആ വിശ്വാസത്തെ ആര് പിന്തുണച്ചാലും അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഞങ്ങളടക്കം സുപ്രീം കോടതിയിൽ ഇന്റർവ്യൂ ചെയ്യാൻ നോക്കുന്നുണ്ട്. NSS അടക്കമുള്ള മഹത്തരമായ പ്രസ്ഥാനങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ജയിക്കുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ശരി, പക്ഷേ ഇതിപ്പോൾ സർക്കാരിന്റെ നിലപാട് മാത്രം പ്രസക്തമാകുന്ന ഒരു സാഹചര്യമുണ്ടോ? സർക്കാർ നിലപാട് മാത്രം, സർക്കാരിന്റെ സത്യവാങ്മൂലത്തിൽ തുല്യതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് എന്താണെന്ന് മാത്രം ആധാരമാക്കിയാണ് ഈ കേസിലെ വിധി വന്നിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ആ ജഡ്ജ്മെന്റിൽ ഇന്ദു മൽഹോത്രയ്ക്ക് വ്യത്യസ്തമായ ഒരു വിധി എഴുതാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ സർക്കാർ നിലപാട് മാത്രമല്ല അവിടെ ആധാരം എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്? ഒരു കൗതുകമാണ് പറഞ്ഞോട്ടെ. ശബരിമല അയ്യപ്പൻ ഇന്ത്യയിലെ എല്ലാ മതങ്ങൾക്കും ഒരു സംരക്ഷക കവചമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതായത് ശബരിമല അയ്യപ്പന്റെ കേസിൽ ഈ 7 ചോദ്യങ്ങൾ വന്നു. ക്രിസ്ത്യൻ, മുസ്ലിം, പാഴ്സി ജനവിഭാഗങ്ങളുടെ അടക്കം ഉള്ള ചോദ്യങ്ങൾ. ശബരിമല അയ്യപ്പൻ എല്ലാ മതങ്ങളിലേക്കുള്ള കടന്നുകയറ്റത്തെ പ്രതിരോധിക്കുന്ന സംരക്ഷക കവചമാകുകയും ആർട്ടിക്കിൾ 25 ദേവനായി അല്ലെങ്കിൽ ആർട്ടിക്കിൾ 25 എന്ന ഭരണഘടനാ മൂല്യത്തിന്റെ ദൈവവുമായി മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതിലൊരു മലയാളി എന്ന രീതിയിൽ നമുക്ക് അഭിമാനിക്കാം. കാര്യം ശബരിമല അയ്യപ്പനിൽ ഈ ആർട്ടിക്കിൾ 25 നിർവചിക്കപ്പെടും. കേശവാനന്ദ ഭാരതി കേസ് പോലെ അടുത്തൊരു 50-100 വർഷങ്ങളിലേക്ക്
ഇന്ത്യൻ നിയമ സംവിധാനം ഈ നിർവചനത്തിൽ വളരും എന്നുള്ളത് ഒരു അയ്യപ്പ വിശ്വാസിയെ സംബന്ധിച്ച് വളരെ ആഹ്ലാദകരമാണ്, ആശ്വാസകരമാണ്, അഭിമാനകരമാണ്. ഓക്കെ, രാഹുൽ ഈശ്വർ സാമൂഹിക നിരീക്ഷനാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.